ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ലെപ്പേർഡ് പോപ്പുലേഷൻ എസ്റ്റിമേഷൻ, പാർസ് 1, സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ്, PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, വേസ്റ്റ് പിക്കിംഗ് ഇൻ ഇന്ത്യ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സെന്റ് ലൂയിസ് എസ്റ്റുറി. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെപ്പേർഡ് പോപ്പുലേഷൻ എസ്റ്റിമേഷനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ലെപ്പേർഡ് പോപ്പുലേഷൻ എസ്റ്റിമേഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ഇന്ത്യയിൽ ലെപ്പേർഡ് പോപ്പുലേഷൻ എസ്റ്റിമേറ്റിൻ്റെ പുതിയൊരു റിപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ ലെപ്പേർഡുകളുടെ എണ്ണം വർദ്ധിച്ചതായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഈ ലെപ്പേർഡ് പോപ്പുലേഷൻ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 5th എഡിഷനാണ്, അല്ലെങ്കിൽ 5th സൈക്കിളാണ് ഇപ്പോൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നടത്തുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ്. അവർ ഇത് ഈ പറയുന്ന ലെപ്പേർഡ് പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തുന്ന സമയത്ത് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അല്ലെങ്കിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും അതത് സംസ്ഥാനങ്ങളിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടിയായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു പോപ്പുലേഷൻ സെൻസസ് അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഒരു ക്വാഡ്രാനിയൽ ആയിട്ടുള്ള മോണിറ്ററിങ് ഓഫ് ടൈഗേഴ്സ്, കോ പ്രെഡേറ്റേഴ്സ്, പ്രേ ആൻഡ് ദെയർ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു ടൈഗർ റേഞ്ച് സ്റ്റേറ്റുകളിൽ നടക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്താറെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇന്ത്യയിലെ ലെപ്പേർഡ് പോപ്പുലേഷൻ 2018 കമ്പയർ ചെയ്യുന്ന സമയത്ത് 2022 ഒരു 8% ഗ്രോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2018 ഏകദേശം 13,000 അല്ലെങ്കിൽ 12,852 ലെപ്പേർഡ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 13,874 ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ ഒന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഇന്ത്യയിലെ ലെപ്പേർഡ് പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും അധികം ലെപ്പേർഡ്സിനെ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് ലെപ്പേർഡ്സ് ഉള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അതുപോലെ തന്നെ 1000-ൽ കൂടുതൽ ലെപ്പേർഡ്സിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഈ മധ്യപ്രദേശ് കൂടാതെ മറ്റു 3 സ്റ്റേറ്റുകളിലാണ്: മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലെ 4 സ്റ്റേറ്റുകളിൽ മാത്രമേ ഒരു 1000-ൽ കൂടുതൽ ലെപ്പേർഡ് പോപ്പുലേഷൻ നിലവിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിലുള്ള ലെപ്പേർഡ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലെപ്പേർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് ഫോറസ്റ്റിനകത്തും നമുക്ക് കാണാൻ സാധിക്കും. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ, ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ ഉള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ കാണാം. ടെമ്പറേറ്റ് ആയിട്ടുള്ള ഡെസീഡിയസ് ഫോറസ്റ്റിൽ, അതുപോലെ തന്നെ ആൽപൈൻ കോണിഫറസ് ഫോറസ്റ്റിലൊക്കെ നമുക്ക് ലെപ്പേർഡിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈ സ്ക്രബുകളിലും ഗ്രാസ് ലാൻഡുകളിലൊക്കെ കാണാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇതിനുള്ള ഒരേ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് സുന്ദർബൻസിലുള്ള മാൻഗ്രൂവ്സ് ഫോറസ്റ്റും അതുപോലെ തന്നെ ഡെസേർട്ട് ഏരിയാസും മാത്രമാണ്. ഇനി ലെപ്പേർഡ്സിനെ IUCNന്റെ റെഡ് ലിസ്റ്റിനകത്ത് വൾണറബിൾ ആയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സൈറ്റ്സിനകത്ത് അപ്പൻഡിക്സ് 1-ലും ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 ഷെഡ്യൂൾഡ് 1-ലുമാണ് ലെപ്പേർഡിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പാർസ് 1 ആണ്. ഈ പാർസ് 1 എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി റഷ്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഇറാൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇതൊരു ഇമാജിങ് സാറ്റലൈറ്റ് ആണ്. ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ന്യൂസ് നമ്മുടെ ഹിന്ദുവിൻ്റെ പേജ് 17 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പാർസ് 1-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പാർസ് 1 എന്ന് പറയുന്നത് ഇതൊരു റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ സാറ്റലൈറ്റ് ഇറാൻ്റെ ആണ്. റിമോട്ട് സെൻസിങ്ങിനും അതുപോലെ തന്നെ ഇമാജിനിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇറാനിയൻ സാറ്റലൈറ്റ് ആണിത്. പക്ഷെ ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത് റഷ്യയുടെ സൂയസ് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തന്നെ ഒരു വോസ്കോക്കി കോസ്മോഡ്രോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പർപ്പസ് ആയിട്ട് പബ്ലിക്കലി പറയുന്നത് ഇറാൻ്റെ ടോപ്പോഗ്രഫി സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 310 മൈൽസ് അല്ലെങ്കിൽ 500 കിലോമീറ്റർ ഹൈറ്റിലുള്ള ഓർബിറ്റിൽ നിന്ന് ഇറാൻ്റെ ടോപ്പോഗ്രഫി സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് പാർസ് 1 എന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഇറാൻ്റെ ഒരു റിമോട്ട് സെൻസിങ് ആൻഡ് ഇമാജിങ് സാറ്റലൈറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് റഷ്യയാണ് ലോഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ മുകളിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാങ്ഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള റോക്കറ്റ് ടെക്നോളജിയിലും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽസിൻ്റെയും ടെക്നോളജീസിൻ്റെ ബേസ് എന്ന് പറയുന്നത് നിയർലി സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്യൂൽ യൂസ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇറാൻ്റെ സാറ്റലൈറ്റ് ലോഞ്ചസിനൊക്കെ ഇങ്ങനെ ഒരു പർപ്പസ്, ഒരു മിലിറ്ററി ഗോൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. അതുപോലെ തന്നെ ഇറാനും റഷ്യയും തമ്മിലുള്ള ടൈസ് ഇപ്പോൾ കുറച്ചും കൂടി ഡീപ്പർ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് 2022 ഓഗസ്റ്റിൽ റഷ്യ ഇറാൻ്റെ ഒരു കയ്യാമെന്ന് പറയുന്ന റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റും അവരുടെ കസാക്കിസ്ഥാനിലുള്ള ലോഞ്ച് സൈറ്റിൽ വെച്ചിട്ട്
ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് റഷ്യ ഇത്തരത്തിൽ ഇറാൻ്റെ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ US-ൻ്റെയും അതുപോലെ തന്നെ ഈ റഷ്യയുമായിട്ട് വലിയ തിരക്കേടില്ലാതെ ബന്ധം വെച്ച് പുലർത്തുന്ന ഇസ്രായേലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇസ്രായേലും ഇറാനും ആർച്ച് റൈവൽസ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിനൊക്കെ വഷളാക്കുന്ന ഒരു കാര്യമാണ് റഷ്യ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യന് നല്ല രീതിയിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് കൊടുത്ത് അസിസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി റഷ്യ-യുക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവർ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഷാഹിദ് 136 എന്ന് പറയുന്ന ഡ്രോൺ ഉണ്ട്. ആ ഡ്രോണൊക്കെ ആക്ച്വലി ഇറാനാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഇറാൻ സപ്ലൈഡ് ആയിട്ടുള്ള ഡ്രോൺസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റുകളെ കുറിച്ചാണ്. സോ ഈ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റുകളെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിൽ പുതിയ 3 സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തതായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു ന്യൂസ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. സോ ഈ പുതിയ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് ഗുജറാത്തിലെ ധൊലേറ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ സനന്ദ് എന്ന് പറയുന്ന സ്ഥലത്തുമാണ് ഇത് ലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അസാമിലുള്ള മൊറിഗോൺ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഈ പുതിയ ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനകത്ത് ഈ ധൊലേറയിലും മൊറിഗോണിലുള്ള ഫെസിലിറ്റീസ് ടാറ്റ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ ടാറ്റ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള, അതിനകത്ത് ആദ്യം പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഏകദേശം പെർ മന്ത് 50,000 വാഫെ സ്റ്റാർട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഇവർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തായ്വാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അവരും ഇതിനകത്ത് ടെക്നോളജി പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റൂഫ് ടോപ്പ് സോളാർ പാനൽസുമായിട്ട് അല്ലെങ്കിൽ സോളാർ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പദ്ധതിയാണിത്. സോ ഈ ഒരു പദ്ധതിക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റൂഫ് ടോപ്പ് സോളാർ സ്കീമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഏകദേശം 1 കോടിയോളം അല്ലെങ്കിൽ 10 മില്യണോളം അല്ലെങ്കിൽ 1 കോടിയോളം വീടുകളുടെ മുകളിൽ റൂഫ് ടോപ്പ് സോളാർ പാനൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അതിലൂടെ ഈ വീടുകൾക്ക് ഒരു മാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളിലുള്ള സോളാർ യൂണിറ്റ്സിൽ അത്രയധികം വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അവർ പൈസ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ അവർക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ല് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഏകദേശം 75,000 കോടി രൂപയാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇത് ഇപ്രാവശ്യത്തെ ഇൻ്ററിം ബഡ്ജറ്റിൽ 2024-25 ഇൻ്ററിം ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്ററാണ് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇത്തരത്തിലുള്ള റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അർബൻ ലോക്കൽ ബോഡീസും പഞ്ചായത്തുകളും ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അവരുടെ അധികാര പരിധിക്കകത്ത് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഈ 75,000 crore എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻസിന് വലിയ രീതിയിലുള്ള സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള സബ്സിഡി ഗവൺമെൻറ് ആളുകൾക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും, സബ്സിഡി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഹെവിലി കൺസെഷണൽ ആയിട്ടുള്ള ബാങ്ക് ലോൺസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ആണ്. സോ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസും ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ഒരു ജെനസിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബിഗിനിങ് നോക്കിക്കഴിഞ്ഞാൽ 2019 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു ഗ്ലോബൽ ലീഡേഴ്സ് അലയൻസ് ടു സ്റ്റോപ്പ് പോച്ചിങ് ആൻഡ് ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ് ഇൻ ഏഷ്യ. അതായത് നമ്മുടെ ഏഷ്യയിൽ ഈ പോച്ചിങ് അല്ലെങ്കിൽ വേട്ടയും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള മൃഗങ്ങളുടെ ട്രേഡും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ ലീഡേഴ്സിൻ്റെ അലയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട 7 മേജർ ബിഗ് ക്യാറ്റ് സ്പീഷീസുകളുണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 സ്പീഷീസുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ടൈഗർ, ലയണ്, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, പ്യൂമ, ജാഗ്വാർ, ചീറ്റ. ഈ 7 ബിഗ് ക്യാറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിലവിൽ 97 രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഈ പറയുന്ന ബിഗ് ക്യാറ്റ്സിൻ്റെ കൺസർവേഷനും അതുപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഒരു ഗ്ലോബൽ ലെവൽ കോപ്പറേഷൻ ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട്
പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ടോപ്പിക്കാണ് വേസ്റ്റ് പിക്കിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളത്. സോ ഇപ്പോൾ വേസ്റ്റ് പിക്കിംഗ് ഇൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ദ ഹിന്ദുവിൻ്റെ പേജ് 10 അല്ലെങ്കിൽ അവരുടെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ് ഓഫ് ദ ഇൻഫോർമൽ വേസ്റ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോൺടാക്സിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് വേസ്റ്റ് പിക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ അർബൻ ഏരിയാസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് വേസ്റ്റ് ഡമ്പുകളിൽ നിന്ന് റീയൂസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റീസൈക്കിളബിൾ ആയിട്ടുള്ള ഗുഡ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് അത് സ്ക്രാപ്പായിട്ട് വിൽപ്പന നടത്തുന്ന ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ വേസ്റ്റ് പിക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് പിക്കേഴ്സിനെ 2016 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിനകത്ത് ഈ ഒരു വേസ്റ്റ് പിക്കർ എന്നുള്ള ടേമിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ഡെഫിനേഷനായിട്ട് പറയുന്നത് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇൻഫോർമലി എൻഗേജ്ഡ് ഇൻ കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് റീയൂസബിൾ ആൻഡ് റീസൈക്ലബിൾ സോളിഡ് വേസ്റ്റ് ഫ്രം ദി സോഴ്സ് ഓഫ് വേസ്റ്റ് ജനറേഷൻ ഫോർ സെയിൽ ടു റീസൈക്ലേഴ്സ് ഡയറക്ട്ലി ഓർ ത്രൂ ഇൻ്റർമീഡിയറീസ് ടു ഏൺ ദെയർ ലിവ്ലിഹുഡ്. അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡമ്പുകളിൽ നിന്ന് റീസൈക്ലബിളോ റീയൂസബിളോ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറീസിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ റീസൈക്ലേഴ്സിനെ വിൽക്കുന്ന ആളുകളെ ആണ് ഇൻഡിവിജ്വൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ടോ പ്രവർത്തിക്കുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള ഈ ഗ്രൂപ്പ് ആളുകളെയാണ് വേസ്റ്റ് പിക്കറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വേസ്റ്റ് പിക്കേഴ്സ് എന്തുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു റോള്, എന്താണ് അവരുടെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ലോകത്തിൽ പുറന്തള്ളപ്പെടുന്ന റീയൂസബിൾ അല്ലെങ്കിൽ റീസൈക്കിൾഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്കിൾ ചെയ്യപ്പെടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ 60% കളക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വേസ്റ്റ് പിക്കേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും പ്യൂ റിസർച്ചിൻ്റെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് 2016 മാത്രം ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള വേസ്റ്റ് പിക്കേഴ്സ് 27 മില്യൺ മെട്രിക് ടൺ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ആ വർഷം കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ 59% വരും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരത് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഓൾട്ടർനേറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇത് ഏതെങ്കിലും ലാൻഡ് ഫില്ലിലോ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കടലിലോ ചെന്ന് പതിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഒക്കെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് അവർ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഈ ലോകത്തിൽ ഈ മിസ്മാനേജ്ഡ് വേസ്റ്റിനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരായിട്ടുള്ള 12 രാജ്യങ്ങളുണ്ട്. അത് ലോകത്തിലെ ടോട്ടൽ മിസ്മാനേജ്ഡ് ആയിട്ടുള്ള വേസ്റ്റിൻ്റെ 52% ഈ 12 രാജ്യങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഇന്ത്യ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കോൺടെക്സ്റ്റിലും ഈ വേസ്റ്റ് പിക്കേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ ഇൻഫോർമൽ ആയിട്ടുള്ള വേസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള വേസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് ഗ്ലോബൽ അർബൻ പോപ്പുലേഷൻ്റെ 0.5% ടു അല്ലെങ്കിൽ 0.5% മുതൽ 2% ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നത് ഈ ഒരു ഫീൽഡാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പീരിയോഡിക് ലേബർ ഫോഴ്സസ് സർവേ 2017-18 കണക്കനുസരിച്ച് ഏകദേശം ഇന്ത്യയിൽ ഈ അർബൻ വർക്ക് ഫോഴ്സിനകത്ത് ഈ ഇൻഫോർമൽ സെക്ടറിലുള്ള വേസ്റ്റ് പിക്കേഴ്സ് ആയിട്ട് ഏകദേശം 15 ലക്ഷത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ സ്ത്രീകളാണെന്നും പറയുന്നുണ്ട്. സോ നമ്മുടെ ഇന്ത്യയിലുള്ള ടോട്ടൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്ന വേസ്റ്റിൻ്റെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമല്ല മൊത്തത്തിൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്ന വേസ്റ്റിൻ്റെ 20% കാരണക്കാർ അല്ലെങ്കിൽ ആ 20% റീസൈക്കിൾ ചെയ്യാനുള്ള കാരണക്കാരെന്ന് പറയുന്നത് ഈ വേസ്റ്റ് പിക്കേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് 1/5 ഓഫ് ദി ടോട്ടൽ റീസൈക്കിൾഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇൻഫോർമൽ ആയിട്ടുള്ള വേസ്റ്റ് പിക്കേഴ്സ് കളക്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിൽ ഈ വേസ്റ്റ് പിക്കേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ഇവർ വലിയ രീതിയിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ മുന്നിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് പറയാം. അവരുടെ റൈറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർ നേരിടുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചോ അവരുടെ അവകാശങ്ങളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാറില്ല. ഇതൊരു വലിയ രീതിയിൽ സോഷ്യൽ സ്റ്റിഗ്മയും മാർജിനലൈസേഷനും ഫേസ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. അവരെ പലപ്പോഴും നമ്മൾ മനുഷ്യരായിട്ട് പോലും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിസി മേക്കിങ്ങിനകത്തൊക്കെ ഇവർ ആബ്സെൻ്റ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഹെവിലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗമാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് വലിയ ഇതിൽ സ്ത്രീകളും മുതിർന്ന ആളുകളും, അതായത് സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള പ്രായാധിക്യം വന്നിട്ടുള്ള ആളുകളും,
അതുപോലെ തന്നെ ചെറിയ കുട്ടികളും എൻഗേജ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ വേസ്റ്റ് പിക്കിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല, ഒരു സ്കില്ല് ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യം വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായിട്ടുള്ള അബ്യൂസസ് അല്ലെങ്കിൽ ഇവർക്ക് എതിരായിട്ടുള്ള വയലൻസസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി സ്ത്രീകളൊക്കെ ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പാത്രങ്ങളാവാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, ഈ വേസ്റ്റ് കളക്ഷൻ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള PPE കിറ്റുകൾ പോലുള്ള അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെക്കാനിസമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സേഫ്റ്റി ടൂൾസൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായിട്ടും ഒരുപാട് ഹെൽത്ത് റിസ്കുകൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ സ്റ്റിഗ്മയാണ്, അതുപോലെ തന്നെ പോളിസി മേക്കിങ്ങിനകത്തു നിന്നുള്ള എക്സ്ക്ലൂഷനാണ്. അത് ഇവരെ കൺസിഡർ ചെയ്യാറില്ല പോളിസി മേക്കിംഗ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഗവൺമെൻറ്റിലെ മെഷേഴ്സ് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. കൂടി പറയാൻ പറ്റുന്ന കേസ് എന്ന് പറയുന്നത് 2014 സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് അനുസരിച്ച് ഈ ഇന്ത്യയിലെ സ്ട്രീറ്റ് വെൻഡേഴ്സിനുള്ള പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ അവർക്കുള്ള റെക്കഗ്നേഷനൊക്കെ ഈ നിയമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടൻഷ്യലി മേ ബി ഇത് എന്ത് ചെയ്യാം, വേസ്റ്റ് പിക്കേഴ്സിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് വേണമെങ്കിൽ ഫോർ ദി സേക്ക് ഓഫ് ആൻ ആർഗ്യുമെന്റ് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു കേസ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 അനുസരിച്ച് ഈ വേസ്റ്റ് പിക്കേഴ്സിനെ മുനിസിപ്പൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സജഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ഗവൺമെൻറ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ യൂസ് ആണ്. അത് സെൻറ്റ് ലൂയിസ് എസ്റ്റുറിയാണ്. സോ ഈ സെൻറ്റ് ലൂയിസ് എസ്റ്റുറി എന്ന് പറയുന്നത് നമ്മളിതിന് മുമ്പ് പ്ലേസസ് ഇൻ യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള സെനഗൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിവറാണ് റിവർ സെനഗൽ എന്ന് പറയുന്നത്. ഈ റിവർ സെനഗലും അറ്റ്ലാന്റിക് ഓഷനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്രദേശത്തുള്ള ഒരു എസ്റ്റുറിയാണ് സെൻറ്റ് ലൂയിസ് എസ്റ്റുറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് സെനഗൽ റിവർ അറ്റ്ലാന്റിക് ഓഷനും മീറ്റ് ചെയ്യുന്ന പ്രദേശത്തുള്ള എസ്റ്റുറിയാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് കറൻസും അതുപോലെ തന്നെ തിക്ക് മഡും കാരണം നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു റീജിയനാണ് ഈ സെൻറ്റ് ലൂയിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഈ സെനഗൽ റിവറിനെ കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം 1086 കിലോമീറ്റർ നീളമുള്ള ഒരു റിവറാണ് ഈ സെനഗൽ റിവർ എന്ന് പറയുന്നത്. ഇത് വെസ്റ്റ് ആഫ്രിക്കയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം അതിൻ്റെ എൻറ്റയർ സ്ട്രെച്ചിൽ നിയർലി ഓൾ ഓഫ് ഇറ്റ്സ് എൻറ്റയർ സ്ട്രെച്ച് എന്ന് പറയുന്നത് സെനഗലും മൗറിത്താനിയയും തമ്മിലുള്ള ബോർഡർ ആണെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.